Hi friends, welcome to Car Bike Updates. നമ്മൾ കുറേ കാറുകളുടെ ബൈക്കിന്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചെറിയൊരു സൈക്കിളിന്റെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്, ഒരു സൈക്കിൾ മേടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹം എല്ലാവർക്കും വരുമല്ലോ. പിള്ളേർ വലുതാകുമ്പോൾ നമുക്ക് ഒരു സൈക്കിൾ ഓടിച്ചെടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരും. അപ്പൊ ഞാൻ ഇതുപോലെ മേടിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഡെക്കാത്തലോണിൽ പോയി, കോസ്മോസിൽ പോയി, പലയിടത്തും പോയപ്പോഴെല്ലാം ഭയങ്കര റേറ്റ് ആയിരുന്നു. പക്ഷെ അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഡെക്കാത്തലോണിലൊക്കെ പോയപ്പോഴത്തേക്കും ബാലൻസ് വീലിന് ഒരു അഡീഷണൽ ചാർജ്, സ്റ്റാൻഡിന് അഡീഷണൽ ചാർജ്, ബെല്ലിന് ചാർജ്, എല്ലാത്തിനും വേറെ എക്സ്ട്രാ അഡീഷണൽ എമൗണ്ട് സൈക്കിളിന് കൂടാതെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ തപ്പി ഞാനൊരു നോർമൽ ഒരു കടയിൽ പോയിട്ട് ഹീറോയുടെ ഒരു സൈക്കിൾ മേടിച്ചു. എനിക്ക് എല്ലായിടത്തും പറഞ്ഞതിനെക്കാട്ടിലും പകുതി വിലയ്ക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സൈക്കിളിന്റെ റിവ്യൂ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിള്. അപ്പോൾ നമ്മളിപ്പോൾ ഡെക്കാത്തലോണിലും കോസ്മോസിലും കണ്ട സൈക്കിളായിട്ടുള്ള ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്ന് പറയുമ്പോൾ ഹീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. അതിന്റെ ബാഡ്ജും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഹീറോയുടെ ഒരു സൈക്കിളാണ്. ഡെക്കാത്തലോൺ കണ്ട സൈക്കിൾസിൽ ഒന്നും ബാക്കിൽ ക്യാരിയർ ഉണ്ടായിരുന്നില്ല. ക്യാരിയർ ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ അനിയനുള്ള കാരണമാണ് ഞങ്ങൾ ഈ ഒരു ക്യാരിയറുള്ള സൈക്കിൾ പ്രിഫർ ചെയ്തത്, ചുമ്മാ ഇടയ്ക്കൊന്ന് ഇരുത്താനൊക്കെ ആയിട്ട്. പിന്നെ ഈ കാണുന്ന ഒരു ബാക്ക് സപ്പോർട്ട് അവിടെയുള്ള സൈക്കിൾസിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കോസ്മോസിലുള്ള സൈക്കിൾസിന് നമുക്ക് ഈ ബാക്ക് സപ്പോർട്ട് ഉണ്ട്. ക്യാരിയർ ഞാനൊരു സൈക്കിളിന് അവിടെ കണ്ടില്ല. ഞാൻ പോയപ്പോൾ അവിടെ സ്റ്റോക്കിലൊന്നും കണ്ടില്ല. ഇനി വേറെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിനാകുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് ഉണ്ട്, ക്യാരിയർ ഉണ്ട്, ഫ്രണ്ടിൽ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഫ്രെയിം ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബാലൻസ് വീലിൽ നിന്നും അഡീഷണൽ കാശ് നമ്മൾ കൊടുക്കണ്ട. ബാലൻസ് വീല്, മഡ്ഗാർഡ്, പിന്നെ ബാക്കിയുള്ള ചെറിയ ഹോൺ കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. ഹോണൊന്നും പറയാൻ പറ്റില്ല, ഇതെല്ലാം ഇതിന് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാക്കി എല്ലായിടത്തും പോയിടത്ത് ഇതെല്ലാം അഡീഷണൽ ആയിരുന്നു. ഇതിനെല്ലാം അഡീഷണൽ, അതായത് കോസ്മോസിൽ ബാലൻസ് വീലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡെക്കാത്തലോണിൽ പോയപ്പോഴത്തേക്കും ബാലൻസ് വീൽ ഉൾപ്പെടെ എല്ലാത്തിനും അഡീഷണൽ. ബാലൻസ് വീൽ ഓൾമോസ്റ്റ് ഒരു 1200 അഡീഷണൽ അവർ പറഞ്ഞു. സൈക്കിളിന് ഒരു 8000 ആ റേഞ്ചും ഉണ്ടായിരുന്നു. 7 to 8 സൈക്കിളിന് റേറ്റ് ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ അതെല്ലാം കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് 4200 രൂപയ്ക്ക് എനിക്ക് കിട്ടി. എല്ലാം ഉൾപ്പെടെ 4200 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അതിന്റെയൊക്കെ ഒരു പകുതി വില ഇതിന് വന്നുള്ളൂ. എന്നാൽ ക്വാളിറ്റിയിലൊന്നും വലിയ മാറ്റമില്ല. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അതും ഗിയർ സൈക്കിളൊന്നും ആയിരുന്നില്ല, നോർമൽ സൈക്കിൾ. ഇതും ഗിയർ സൈക്കിളൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ ഇങ്ങനെ കുറെ തപ്പി നടന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബ്രാൻഡ് നെയിം എല്ലാം കാണുമ്പോൾ ഓടിപ്പോയി കടയിൽ നിന്ന് സാധനം മേടിക്കും നല്ലൊരു വില കൊടുത്തിട്ട്. പക്ഷേ പുറമേ ഉള്ള കടകളിൽ, ചെറിയ കടകളിൽ അതിനേക്കാളും നല്ല സാധനം വില കുറവിന് കിട്ടാനുണ്ടാവും. നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ ഒരു ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ആരും എന്ത് ചെയ്യും, അതിനെപ്പറ്റി അധികം തപ്പി നടക്കാനൊന്നും മെനക്കെടത്തില്ല. കിട്ടുന്ന സൈക്കിളിന് കാശ് കൊടുത്തങ്ങ് മേടിക്കും. പക്ഷെ എന്തിനാ നമ്മൾ കാശ് കളയേണ്ട ആവശ്യം? കാരണം പകുതി വിലയ്ക്ക് നമുക്ക് സൈക്കിൾ കിട്ടുമ്പോൾ നമ്മളിത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഡേവിഡിനായിട്ട് ഈ ഒരു സൈക്കിൾ മേടിച്ചു. അവൻ ഈ സൈക്കിൾ ഹാപ്പിയാണ്. നിന്റെ അഭിപ്രായം എന്താണ് സൈക്കിളിനെ? പറഞ്ഞേ. ചവിട്ടാൻ എങ്ങനെയുണ്ട്? ഇവിടെ ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഉണ്ട്. ഇതിനൊരു വാട്ടർ ബോട്ടിൽ ഫ്രീ ഉണ്ടായിരുന്നു, അതിന്റെ ബോട്ടിൽ ഹോൾഡർ ഉണ്ടായിരുന്നു. ഇതൊന്നും വേറെ ഒരു ബ്രാൻഡ് ഞാൻ കണ്ടില്ല കേട്ടോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ 4200 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഓടിക്കാൻ പറ്റിയ ഒരു സൈക്കിളാണ്. 16 ഇഞ്ചാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. 16 ഇഞ്ചിന്റെ സൈക്കിളാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രായം വരെ ഓടിക്കുക. പിന്നെ സീറ്റൊക്കെ നമുക്ക് ഹൈറ്റ് പൊക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഇതൊക്കെ വേണം നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. അല്ല ഡേവിഡ്, അപ്പൊ എങ്ങനെയുണ്ട്? ഡേവിഡ് ഹാപ്പി അല്ലേ മോനെ? അതെ. അപ്പൊ ഇതൊക്കെയാണ് ഡേവിഡിന്റെ സൈക്കിളിന്റെ വിശേഷങ്ങൾ. അപ്പോഴത്തേക്കും ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സൈക്കിളൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ വലിയ കടകൾ പോകുന്ന കൂട്ടത്തില് മുള്ള മുട്ടുമ്പോ ബ്രേക്ക് പിടിച്ച് മൂത്രം ഒഴിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഓക്കെടാ, ബൈ, താങ്ക് യു. അപ്പൊ എക്കണോമി റേഞ്ചിൽ നിങ്ങളൊരു സൈക്കിളൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹീറോയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ഡെക്കാത്തലോണിലോ അല്ലെങ്കിൽ കോസ്മോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗിയറൊക്കെ ഉള്ള വലിയ റേറ്റുള്ള സൈക്കിൾസ് ഒക്കെ നല്ല നല്ല ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് അവിടെയൊക്കെ പോയപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. എനിക്ക് ആ ഒരു ബഡ്ജറ്റിന് വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബഡ്ജറ്റിലേക്ക് പോയത്. അപ്പോൾ ഇതൊരു എക്കണോമി സെക്ഷനിലുള്ള നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു മിനിമം ബഡ്ജറ്റിൽ നല്ലൊരു ഓപ്ഷനുള്ള സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹീറോയുടെ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുകയാണെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.